സിലൂസ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബിലിറ്റി അയൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ വെസൽസിലെ ഗ്രാവിറ്റി ലെവലിൽ ചെയ്തിരിക്കുന്ന ഒരു ഫിൽട്രേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കറക്റ്റായി എങ്ങനെ ബാക്ക് വാഷ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാവിറ്റി ഫോഴ്സിൽ അയണും ടർബിലിറ്റിയും റിമൂവ് ചെയ്യാനുള്ള ഒരു ഫിൽട്രേഷനാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഗ്രാവിറ്റി ഫോഴ്സിൽ, അതായത് ടാങ്കിൽ നിന്ന് താഴത്തേക്ക് വരുന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടാങ്കിൽ നിന്ന് വെള്ളം ഇതിലേക്ക് വരുന്നു, ഫിൽറ്ററിലേക്ക് വന്നിട്ട് നമ്മൾ പ്യൂരിഫയർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ആ ലെയറിലേക്ക് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെളിയുടെ ഇതനുസരിച്ച് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഇതിനാണ് മൾട്ടിപോൾട്ട് വാൽവ് എന്ന് പറയാം. ഇതിന് 3 ഓപ്ഷൻ ഉണ്ട്. 1 ഫിൽറ്റർ, 2 ബാക്ക് വാഷ്, 3 റിൻസ്. ഈ 3 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. എത്ര ബാക്ക് വാഷ് നന്നായിട്ട് ചെയ്യണോ അതിനനുസരിച്ച് ഇതിന്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 1 എന്നുള്ള മോഡിൽ ഇടുമ്പോഴാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് വന്ന് ഫിൽറ്ററായി തിരിച്ച് ലൈനിലേക്ക് തന്നെ പോകുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ. കണ്ടാമിനേഷനൊക്കെ ഇതിൽ പിടിക്കും. ഇത് നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഇട്ടുണ്ട്, അയൺ റിമൂവർ ഇട്ടുണ്ട്, പിന്നെ സാൻഡ് കോട്ട്സ്, അങ്ങനെ കുറെ മെറ്റീരിയലാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ പിടിക്കും ഈ സാധനങ്ങളെല്ലാം. ഇപ്പൊ ആ പിടിച്ചുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് കളയാനാണ് ഇതിന് ബാക്ക് വാഷ് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബാക്ക് വാഷ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ഇത് ഗ്രാവിറ്റി ഫോഴ്സിലായ കാരണം നമ്മൾ അവിടെ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മോട്ടറിന്റെ പ്രഷർ ആണെങ്കിൽ നമ്മളത് ഓരോ പ്രാവശ്യം മോട്ടറിന്റെ പ്രഷർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഇതിൽ നമുക്ക് തൊടാൻ പാടുള്ളൂ. ഇതിപ്പോ ഗ്രാവിറ്റി ഫോഴ്സ് ആയി അത്ര പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫിൽറ്ററിന് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തിയിട്ട് ബാക്ക് വാഷ് എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരും. ബാക്ക് വാഷ് എന്ന് കൊണ്ടുവരുമ്പോ ഇതിൽ കറക്റ്റ് ആയിട്ട് വീണുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ 2 വീണ് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവും, കേട്ടോ, ഇങ്ങനെ ഒരു തിരിയൂല. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ മോട്ടറിന്റെ വെള്ളം നമ്മൾ ഓണാക്കണം. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം വരുന്നു, ഈ മീഡിയയുടെ ഉള്ളിൽ ഇട്ട മീഡിയ കൂടെ വെള്ളം ഉള്ളിറങ്ങി സ്റ്റെയിനിൽ കൂടെ വന്ന് ഇതിലേക്ക് പോകുന്നു. അതാണ് ഫിൽറ്ററിന്റെ ഓപ്ഷൻ. ബാക്ക് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം നേരെ അടിയിലേക്ക് പോകണം. ഈ ഫിൽറ്ററിൽ കൂടെ നേരെ അടിയിലേക്ക് പോകണം. ഓക്കെ, നേരെ അടിയിലേക്ക് പോകുന്ന ഇത് അപ്പൊ അതിന്റെ റിൻസിന്റെ പരിപാടി എങ്ങനെയാണ്? അത് പറഞ്ഞുതരാം. ബാക്ക് വാഷ് ആദ്യം കഴിഞ്ഞിട്ടല്ലേ റിൻസ്. ഇപ്പൊ വെള്ളം നേരെ അടിയിൽ പോകണം. ഇതിന്റെ അടിയില് സ്റ്റെയിനർ ഉണ്ട്, പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ കൂടെ പോയിട്ട് നേരെ അടിയിൽ പോയിട്ടാണ് വെള്ളം റിലീസ് ആവുന്നത്. അപ്പൊ ഈ ഇട്ടിരിക്കുന്ന മീഡിയകളൊക്കെ കുറേശ്ശെ ഇപ്പൊ പൊന്തി അതിലടിഞ്ഞുകൂടിയുള്ള ചെളികളൊക്കെ നമ്മൾ ഈ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ ഡ്രൈനേജ് വഴി പുറത്തേക്ക് പോകണം. അപ്പൊ ഇതിലിട്ട മീഡിയകളൊക്കെ കുറേശ്ശെ പൊന്തും, ഡിസ്ലൊക്കേഷൻ വരും. ഓക്കെ, നേരെ അടിയിലേക്കുള്ള വെള്ളം പോകുന്നത്. അപ്പൊ ഇതിലുള്ള ചെളികളൊക്കെ ഈ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ പോകും. ക്ലിയർ ആയില്ല? പിന്നെ എന്തിനാണ് റിൻസ് എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പൊ അടിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് പൊന്തി പോവില്ലേ, അപ്പൊ ഇതൊക്കെ ഡിസ്ലൊക്കേഷൻ ആയില്ലേ, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിൻസ് എന്നുള്ള ഓപ്ഷൻ. റിൻസ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ വെള്ളം മുകളിലേക്ക് വന്ന് മീഡിയയിൽ കൂടെ കടന്നു പോയിട്ട് അപ്പൊ എന്തെങ്കിലും ഈ ഡിസ്ലൊക്കേഷൻ പറ്റി പിടിച്ചിരിക്കുന്നത് അതും കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിൻസ് എന്നുള്ള ഓപ്ഷൻ അതിൽ വെച്ചിരിക്കുന്നത്. അത് ഇതിന്റെ കൂടെ റെഗുലർലി ചെയ്യണമെന്നുണ്ടോ? റെഗുലർ ചെയ്യുന്നുണ്ട്. 3 ഓപ്ഷനും റെഗുലറായി ചെയ്യണം. ഫസ്റ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ വെള്ളം ഫിൽറ്റർ മുകളിലേക്ക് പോകണം. സെക്കൻഡ് എന്ന് പറയുന്നത് ബാക്ക് വാഷ്. സമയം ഹോൾഡിൽ വെക്കണം ബാക്ക് വാഷിൽ. അതിന്റെ ഡ്യൂറേഷൻ നോക്കേണ്ടത് ഇവിടെയാണ്. ഇതിൽ ആദ്യം ചെളി ഉണ്ടെങ്കിൽ നന്നായിട്ട് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ചെളി വരും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് പിന്നെ ചെളി പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളത്തിന്റെ ക്ലാരിറ്റി വരും. ഇപ്പൊ ക്ലാരിറ്റി വന്നു. ഞാൻ കുറെ നേരം ബാക്ക് വാഷ് ചെയ്തിരുന്നു. ആ ക്ലാരിറ്റി വരുമ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ചെളിയിലനുസരിച്ചിരിക്കും. അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നല്ല ചെളി വരും. അത് കഴിഞ്ഞാൽ ക്ലിയർ ആയി വരുമ്പോൾ അതിനനുസരിച്ച് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അപ്പൊ ഈ റിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇടുമ്പോ എങ്ങനെയാണോ ഫിൽറ്റർ ചെയ്യുന്നത് അതേ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഈ ഡിസ്ലൊക്കേഷനും കുറച്ച് പൊന്തിരിക്കുന്ന മീഡിയനൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് റിൻസ്. ആ സമയത്ത് എന്തെങ്കിലും ഇതുണ്ട് വെച്ചെങ്കിൽ അതും കൂടി ചെളിയും കൂടി എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരെ പുറത്തേക്ക് പോകും. ഈ ഫസ്റ്റ് ഫിൽറ്റർ പ്യൂരിഫയർ ചെയ്ത് വെള്ളം അത് നോർമൽ ഇത് ഫസ്റ്റിലേക്ക് ഇട്ടാൽ മാത്രമേ വെള്ളം ഫിൽറ്റർ ആയിട്ട് പോകുള്ളൂ. സെക്കൻഡ് ബാക്ക് വാഷ് ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ചെളികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കഴുകി കളയാനാണ്. റിൻസ് എന്നുള്ള ഓപ്ഷൻ ബാക്ക് വാഷ് കഴിഞ്ഞിട്ടാണ് റിൻസ് വെക്കേണ്ടത്. അതെ, 1 ഫിൽറ്റർ, 2 ബാക്ക് വാഷ്, 3 റിൻസ്. എത്ര സമയം റിൻസ് വെക്കണം? അതാണ് പറഞ്ഞത്. ഈ ഇവിടെ ക്ലാരിറ്റി ബാക്ക് വാഷ് അല്ലേ ക്ലാരിറ്റി പറഞ്ഞത്? 2 ക്ലാരിറ്റി.
റിൻസ് കുറച്ച് നേരം ചെയ്യേണ്ടി വരും, പക്ഷെ ബാക്ക് വാഷ് ആയിരിക്കും. ചെളിയുടെ അനുസരിച്ചാണ് ഇതൊക്കെ നമ്മൾ മാനുവലായിട്ട് ഡിസൈഡ് ഓക്കെ. ചെയ്യുക. വീക്കിലി എത്ര വട്ടം വേണം? ഏത് വീക്കിലി വൺസ് ഇൻ വീക്ക് അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അതാണ് നല്ലത്. അത് ചെയ്യാതിരിക്കുന്നവർ അതിന്റെ ചെളി അടിഞ്ഞുകൂടി ബ്ലോക്ക് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ റിൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതുകൂടി ഇതിൽ പോയി കിട്ടും. എല്ലാം മീഡിയം ചെയ്തു വളരെ ക്ലിയർ ആവും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇത് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഇത് തിരിക്കരുത്. ആ പ്രഷറിന് ഗ്രാവിറ്റിയിലായാലും അത്ര പ്രശ്നമില്ല. മോട്ടറിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിലും നല്ലത് എപ്പോഴും ക്ലോക്ക് വൈസ് തിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ തിരിക്കുന്നു? നമ്മൾ പ്രസ് ചെയ്തിട്ട് തിരിക്കുക. അത് കഴിഞ്ഞ് ഫിൽറ്ററിലേക്ക് ഇടണം. വെള്ളം പ്യൂരിഫയർ ചെയ്യുന്നു, മുകളിലേക്ക് ടാപ്പുകളിലേക്ക് ഗ്രാവിറ്റി ചെയ്ത കാരണം ടാപ്പുകളിലേക്ക് പോകും. ഇനി വെള്ളത്തിന്റെ ക്ലാരിറ്റി അറിയാം, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാരിറ്റി അറിയാൻ വേണ്ടിയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇതിന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫിൽറ്റർ മുകളിലേക്ക് ടാപ്പിലേക്ക് പോകണം, അതിന്റെ ക്ലാരിറ്റി സെയിം അറിയാൻ പറ്റും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിൽ നോക്കാം. ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിന്. ബാക്കിയൊക്കെ ക്ലിയർ ആണ്. ഓക്കെ.